ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ഓർഗാനിക് ഫെർട്ടിലൈസറിനെ കുറിച്ചാണ് കേട്ടോ. ഇത് ഏതൊക്കെ രീതിയിൽ കൊടുക്കാം, ഏതൊക്കെ രീതിയിൽ കൊടുക്കാൻ പാടില്ല എന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാവേ. ഫെർട്ടിലൈസറിന്റെ പേര് മസ്റ്റർഡ് കേക്ക് പൗഡർ എന്നാണ്, കടുകിന്റെ പിണ്ണാക്ക്. ഇതെപ്പോഴാണ് കൊടുക്കാൻ പാടില്ലാത്തതെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. നമ്മൾ ആദ്യമായിട്ട് ഒരു ചെടി നടുമ്പം പോട്ടിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിട്ട് കൊടുക്കാൻ പാടില്ല. 1 ലിറ്റർ വെള്ളത്തിലേക്ക് 100 ഗ്രാം കടുകിന്റെ പിണ്ണാക്ക് 3 ദിവസം കുതിർത്തി വെച്ചതിന് ശേഷം ആ വെള്ളം അരിച്ചെടുത്ത് അതിലേക്ക് 10 ലിറ്റർ വെള്ളം ആഡ് ചെയ്ത് 200 ml എന്നുള്ള രീതിയിൽ ചെടികൾക്ക് കൊടുക്കാവുന്നതാണ്. ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള മറ്റൊരു രീതി ഇങ്ങനെ കൊടുക്കുന്നതാണ്. 1 ലിറ്റർ വെള്ളത്തിലേക്ക് 100 ഗ്രാം കടുക് പിണ്ണാക്ക് പ്ലസ് 25 ഗ്രാം ശർക്കര അല്ലെങ്കിൽ ജാഗരി ചേർത്ത് ഇളക്കി 5 തൊട്ട് 7 ദിവസം വരെ എയർ സർക്കുലേഷൻ നടക്കുന്ന രീതിയിൽ ഒരു പാത്രത്തിലിട്ട് അടച്ച് നിഴലത്ത് വെക്കുക. ഈ ഫെർമെന്റേഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ ചെറുതല്ലാത്ത രീതിയിൽ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവും, അത് സാധാരണമാണ്. ഇനി 7 ദിവസത്തിന് ശേഷം ഇതെടുത്ത് അരിച്ചെടുക്കണം. അരിച്ചെടുത്ത ഈ 1 ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ 10 ലിറ്റർ വെള്ളം ആഡ് ചെയ്ത് ചെടികൾക്ക് ചുറ്റും 200 ml എന്നുള്ള രീതി കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ ഗുണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബെനിഫിഷ്യൽ മൈക്രോബ്സ് കൂടുതൽ ആക്റ്റീവ് ആകും. ഒരിക്കലും ഇത് അമിതമായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. നമ്മൾ പ്രൂണിങ് കഴിഞ്ഞിട്ട് ഒരു 10 ദിവസത്തിന് ശേഷം ഇത് കൊടുക്കുന്നതാണ് നല്ലത്. എന്ന് വെച്ചാൽ പുതിയ ഷൂട്ട്സ് ഒക്കെ വരുന്ന സമയത്ത് ഇത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ നമുക്ക് മാസത്തിൽ ഒരു പ്രാവശ്യം എന്നുള്ള രീതിയിൽ ഇങ്ങനെ കൊടുക്കാവുന്നതാണ്. എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാട്ടോ. ഇതൊരു പൗഡർ രീതിയിലാണ് കിട്ടിയിരിക്കുന്നത്. ഇത് പിണ്ണാക്ക് നല്ല കേക്ക് രൂപത്തിൽ കിട്ടുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിനകത്തുള്ള NPKയുടെ അളവ് 4-1-1 എന്നുള്ള രീതിയിലാണ് കേട്ടോ. ഇതൊരു നാച്ചുറൽ ബൂസ്റ്റർ ആണ്. നല്ല ഗ്രീനറിയിൽ റോസ് വളർന്നു വരാനാണ് ഇത് ഏറ്റവും നല്ലത്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ്സിലൂടെ ചോദിച്ചാൽ മതിയാകും. കഴിഞ്ഞ ദിവസം ഞാനൊരു ഫന്നി കമന്റ് കണ്ടു എൻ്റെ വീഡിയോയിൽ, റോസുകൾ പുഷ്ടിക്കുമ്പോൾ നമ്മൾ മുരടിക്കുന്നു. അപ്പം അങ്ങനെ ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കിച്ചണിൽ കിച്ചൺ വേസ്റ്റ് ഉണ്ടല്ലോ, പച്ചക്കറി വേസ്റ്റ് ഒക്കെ, അതൊക്കെ നമ്മുടെ റോസിന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളും പുഷ്ടിക്കും, കൂടെ റോസും പുഷ്ടിക്കും. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന റോസ് പോപ്പ് ജോൺ പോൾ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ. ഇതൊരു ഹൈലി സെന്റഡ് ഇംഗ്ലീഷ് റോസ് ആണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടുതൽ റോസ് വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം.